അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഈ ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം പറഞ്ഞോട്ടെ. ഇത് എൻ്റെ പുതിയ ചാനലാണ്, ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇലക്ട്രോണിക് സംബന്ധമായ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഈ ആംപ്ലിഫയർ ഞാൻ മേടിച്ചിട്ട് ഇപ്പം 2 വർഷമാകുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. കാസ്റ്റാങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. G-Sonic എന്ന് എഴുതിയേക്കുന്ന കാര്യമൊക്കെ ഉണ്ടായി. ഞാൻ ചുമ്മാ ഇവിടെ കിടന്ന സ്പീക്കറിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നതാണ്, അത് ഒട്ടിച്ചതാണ്. കാര്യം കാര്യമൊക്കെ ഉണ്ട്. ഈ ആംപ്ലിഫയറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ആംപ്ലിഫയർ ആണ്. LA44,500 ആ പ്രൈസിയാണ് വരുന്നത്. ആംപ്ലിഫയർ നല്ലതാണ്, ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ എന്തുകൊണ്ട് നല്ലൊരു ആംപ്ലിഫയർ ആണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വലിയ സൗണ്ട് ക്ലാരിറ്റി, നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞൊന്നും ആരും മേടിക്കണ്ട. അത്യാവശ്യം ഈ വിലക്കുള്ളതുകൊണ്ട് ഞാൻ മേടിച്ചപ്പോൾ 1200 രൂപയാണ് ആയത്. ഇപ്പം അത്രയും വിലയൊന്നും ഇല്ല. 900 എത്ര രൂപയെങ്ങാണ്ടേ ഫ്ലിപ്കാർട്ടിലുള്ളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്രയൊക്കെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പെൻഡ്രൈവ് ഉണ്ട്, മെമ്മറി കാർഡ് ഇടാം, ഓക്സ് ഉണ്ട്, പിന്നെ മൈക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ മൈക്കിൻ്റെ സോക്കറ്റ് ഊരിയിട്ടേക്കാണ്, മൈക്ക് കൊടുക്കാൻ പറ്റും. ഇതിത്ര ഒരു സെക്ഷൻ, ഇത് സ്പീക്കറിൻ്റെ വോളിയം, ബാസ്, ട്രിബിള്. ഇത് 4 സ്പീക്കർ കാണിക്കാം. അതിനെപ്പറ്റി ഞാൻ കാണിക്കാം. 4 സ്പീക്കർ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സത്യം പറയാൻ 2 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ 2 4 എന്ന് പറഞ്ഞാൽ 2 ഒരു സെക്ഷൻ്റെ ആണിത്. വേറെ 2 സ്പീക്കറിൻ്റെ ഒരു സെക്ഷൻ്റെ ആണിത്. ഇത് ബാസ് ആൻഡ് ട്രിബിൾ എന്നൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ അത് ഉരച്ച് ക്ലീൻ ആക്കി എടുത്താണ്. ഇത് കണ്ടു, ഇവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഉരച്ച് ക്ലീൻ ചെയ്തെടുത്താണ്. കുറച്ചൊരു മേന കിട്ടാനായിട്ട് കിട്ടിയപ്പോൾ ഒത്തിരി എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു പഴയ ബുക്ക് ഞാൻ കൊടുത്തേക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പുറവശം വരുന്നത്. ഇത് ഓക്സ് ഔട്ട്, ഇത് മറ്റേ സെറ്റ് ബോക്സിലോട്ടൊക്കെ കൊടുക്കുന്നത്. ഇത് കൊടുത്തേക്കുന്നതാണ്, വലിയ കാര്യമൊന്നും ഇല്ല, കൊടുത്തേക്കുന്നതാണ്. ഇത് പിന്നെ മറ്റേ DC കൊടുക്കാനുള്ളതാണ്. ഇപ്പം DC കൊടുത്തിട്ടില്ല. DC വളരെ വർക്ക് ചെയ്യാനുള്ള സംഭവമായിരുന്നു. ഇപ്പം DCയിലല്ലേ കിടക്കുന്നത്, കാണിക്കാം. DCയിലല്ല, DC ഊരിയിട്ടേക്കാണ്. ഇതാണ് പിന്നെ സ്പീക്കർ സോക്കറ്റ്. ഇതിലിങ്ങനെ 2 സെക്ഷനായിട്ടാണ് വരുന്നത്. 4 സ്പീക്കർ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ 2 സ്പീക്കറെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ 2 സ്പീക്കറാണ് കൊടുക്കാൻ പറ്റുന്നത്. ഇത് പാരലായിട്ട് കൊടുത്തേക്കുവാണ്. അതിൻ്റെയാണ് വോളിയം കൺട്രോൾ. ഈ സെക്ഷൻ്റെ ആണ് ആദ്യം കാണിക്കാം. ഈ സെക്ഷൻ്റെ ആണ് ഈ വോളിയം കൺട്രോള്. ഈ 3 വോളിയം, ബാസ്, ട്രിബിള്. ഈ സെക്ഷൻ്റെ ആണ് ഇത് താഴത്തെ വോളിയം, ബാസ്, ട്രിബിള്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കണക്ഷൻസ് പറയാനുള്ളത്. നല്ലൊരു സാധനമാണ്, വലിയ കുഴപ്പമില്ല. അതിൽ തുറന്ന് കാണിക്കും, ഇതിൻ്റെ അകത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഔട്ട് വരുന്നത്. ഈ 4 സ്പീക്കർ ഇല്ല, 2 സ്പീക്കർ ഉള്ളതിൻ്റെ കാരണമൊക്കെ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇത് തുറന്നിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അകംവശം. കാണിക്കാം, ഇതിൻ്റെ അകംവശം വരുന്നത്. ഇതിൽ 4440 AC ആണ് ഇതിനകത്ത് വരുന്നത്. അതിന് ട്രാൻസ്ഫോമർ. ഇന്നേവരെ എനിക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ഒരു കംപ്ലൈൻറ്റിന് വന്നിട്ടില്ല. ഇതിൻ്റെ വോളിയം കൺട്രോളിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഒരു കരകരപ്പുണ്ടായിരുന്നു. മാറ്റി പുതിയ വോളിയം കൺട്രോൾ ഇട്ടാണ്. ഞാൻ ചെറിയ വർക്കൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രോ ഒന്നുമല്ല, ചെറിയ വർക്കൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സ്പീക്കറിൻ്റെ. കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ആകെ 2 സ്പീക്കർ ഔട്ട് ചെയ്തെന്ന് ബോർഡേന്ന് വരുന്നുള്ളൂ. 2 വരുന്നുള്ളൂ. ഇതിവിടെ വന്ന് പാരലാകുവാണ്. ഇതുണ്ട്, പാരലാകുവാണ്. താഴെ അങ്ങനെ തന്നെ പാരലാകുവാണ്. പക്ഷേ ഇത് 4 സ്പീക്കർ കൊടുക്കാം. ഒരു 15 വാട്ടിൻ്റെ ആണെങ്കിൽ 4 സ്പീക്കർ കൊടുക്കാം. 15 വാട്ടിൻ്റെ 4 സ്പീക്കർ കൊടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ
ഒരു 6 ഇഞ്ചിൻ്റെ 2 സ്പീക്കറും ഒരു 8 ഇഞ്ചിൻ്റെ സബ്ബുമാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ നല്ലപോലെ ഹീറ്റ് ആകുന്നുണ്ട്. എനിക്ക് നേരെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുപോലത്തെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ സബിൻ്റെ ബോർഡാണ്, IC ബോർഡാണ്. മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കി മേടിക്കണം, IC ബോർഡ് തന്നെ മേടിക്കണം. ഇങ്ങനത്തെ ഒരു ബോർഡുണ്ട്. ഇത് 2.1 ആകുമ്പോൾ അതിൻ്റെ കണക്ഷനാണ് ഇത്. നേരത്തെ ഇതിൻ്റെ DC ബാറ്ററിയെ കൊടുക്കാനുള്ള കണക്ഷനായിരുന്നു ഇവിടെ. ഇത് സബിൻ്റെ ഈ ബോർഡ് ഇത് വെച്ചിരുന്നതാണ്. ഇതിൻ്റെ കണക്ഷനാണ് ഇത്. ഈ 2 DC ഇതെന്ന് എടുത്തതാണ്. പിന്നെ ഇതായിരുന്നു അതിൻ്റെ ഔട്ട് കൊടുക്കുന്നത്, സബിൻ്റെ ഔട്ട് അതേലായിരുന്നു. ഇത് പിന്നെ ഊരി വെച്ചതാണ്. ഇതിൻ്റെ ഇത് കാണിക്കാം. ഇതിൻ്റെ ഇത് ബോർഡ് സോൾഡർ ചെയ്തതിൻ്റെ ഇത് പ്രിന്റ് പോയായിരുന്നു, അതുകൊണ്ട് ഊരി വെച്ചതാണ്. ഇത് കൂട്ടൊരു ബോർഡ് ഉണ്ടെങ്കിൽ ഇത് 2.1 ആകുമ്പോൾ 8 ഇഞ്ച് സബ് 10 ഇഞ്ചൊക്കെ കൊടുക്കാം. ഈ ബോർഡിൽ അത്യാവശ്യം സപ്പോർട്ടാകുന്നതാണ് ഈ ബോർഡ്. പിന്നെ യൂസ് ചെയ്യുന്ന ഈ 2 സ്പീക്കറാണ് ഇതും. പിന്നെ ഇത് ഈ സ്പീക്കറാണ് യൂസ് ചെയ്യുന്നത് സ്പീക്കറായിട്ട്. സബ് ഡൈനിറ്റിയുടെ 8 ഇഞ്ചാണ് ഇതായിരിക്കുന്നു. ഡൈനിറ്റിയുടെ 8 ഇഞ്ച് സബ്ബാണ്. 90യുടെ ആണ്. ഇതിൻ്റെ ഡസ്റ്റ് ക്യാപ്പ് ഞാൻ ഊരി വെച്ചേക്കുവാണ്. 90യുടെ സബ്ബാണ്. സബ് ഓഫർ ഇത് കൊടുക്കാം. ഇത് ഈ രണ്ട് സോക്കറ്റിൽ 2 സാറ്റലൈറ്റ് സ്പീക്കറും കൊടുത്താൽ ഇതിൽ ഒന്നത്തെ സബും കൊടുത്താൽ അത്യാവശ്യം ഇടി കിട്ടും. എന്ന് പറഞ്ഞാൽ അല്ല പവറുള്ള മുഴക്കമൊന്നും അത്രയ്ക്കങ്ങ് മുഴക്കം ഇടിയൊന്നും കിട്ടത്തൊന്നുമില്ല. അത്യാവശ്യം ഒരു എന്താ പറയുന്ന ഒരു 40% വർക്കിംഗ് കിട്ടും. അത്യാവശ്യം നല്ല വർക്ക് കിട്ടുന്ന വർക്ക് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സബിൻ്റെ അകത്തൂടെ ഇടി മാത്രമല്ല വോയിസും കയറി വരും. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. യൂസ് ചെയ്യുന്നതാണ്. ചൂടാകും, അത്രേ ഉള്ളൂ. ഇതുവരെ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ചൂടായാലും ഇതിന് ട്രാൻസ്ഫോമറിന് കംപ്ലൈൻറ്റ് വന്നാലേ ഉള്ളൂ. എനിക്കിന്നവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ആകെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള ഇതിൻ്റെ കൂടെ കിട്ടുന്ന കോഡ് വയർ അയക്കായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പം പോയി, അത് മാറി പുതിയതല്ല, വേറൊരു LGയുടെ TVയുടെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടതാണ്. അത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ പിന്നെ ഓഡിയോ ടെസ്റ്റിങ് വേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഓഡിയോയുടെ വീഡിയോ ഒരെണ്ണം ചെയ്യാം. അത്രയൊക്കെ പറയാനുള്ളൂ. അത്യാവശ്യം നല്ലൊരു ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ മേടിക്കാനും ഒത്തിരി കാശ് മുടക്കമില്ലാത്തവർക്കും 2 സ്പീക്കറൊക്കെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവർക്കും മേടിക്കാൻ പറ്റിയൊരു ആംപ്ലിഫയർ ആണ്. നല്ലതാണ്. 1000 രൂപയ്ക്ക് താഴെയാണ് ഇപ്പം ഫ്ലിപ്കാർട്ട് വില കാണിക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത്രയൊക്കെയുള്ള വീഡിയോ. ഓഡിയോ ടെസ്റ്റിങ് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടേരെ. അതിന് നമ്മൾ ചെയ്യാം. വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇത് കൂട്ട് നല്ല വീഡിയോസ് വരുന്നുണ്ട്. എന്തെങ്കിലും കണക്ഷൻ കൊടുക്കുന്നോ അങ്ങനെ എന്തെങ്കിലും വീഡിയോ വേണേ പറഞ്ഞാൽ മതി, അത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അല്ലെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.